ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ നാളത്തേക്കുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 16/1/2026 വെള്ളിയാഴ്ച 25,701 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,653 എന്ന ലെവലിലാണ്. അതായത് ഒരു 48 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, ഒരു 160 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന ട്രേഡിംഗ് പ്ലാൻ പ്രകാരം ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 25,632 എന്ന ലെവലായിരുന്നു. ആ ലെവലിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആയെങ്കിൽ എന്നായിരുന്നു. എന്നാൽ ഇന്ന് ലെവൽ ഓപ്പൺ ആയത് തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ടിന് താഴെയാണ്. അവിടെ നിന്നും വളരെ പെട്ടെന്ന് നല്ലൊരു മൂവ് ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി തന്നിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം അപ്പോൾ മൂവ് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് വളരെ പെട്ടെന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞ പലർക്കും നല്ല പ്രോഫിറ്റ് വളരെ വേഗം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 25,565 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ഒന്ന് അപ്വേർഡ് ഡയറക്ഷൻ തന്നു. അത് വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം എന്ന രീതിയിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവലിന് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതിയവർക്ക് വീണ്ടും ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു എന്നാൽ ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ്. അത്തരത്തിൽ 25,505 എന്ന ലെവല് ഈ ട്രേഡുകളെല്ലാം വളരെ നല്ല ട്രേഡുകളായിരുന്നു. പലർക്കും അത് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഏറെ നേരം മാർക്കറ്റ് ഈ രണ്ട് ലെവലുകൾക്കിടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. 25,565 അതുപോലെ തന്നെ 25,505 എന്ന ലെവലുകൾക്കിടയിൽ ഒരു 60 പോയിന്റിന്റെ റേഞ്ച് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഫേസ് പലരും താഴെ വന്നപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. എന്നാൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയതുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിം അത്തരത്തിൽ കാണിച്ചതുകൊണ്ട് വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്തു. എന്നാൽ ഫൈനലി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് കൃത്യമായും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ ബൈ ചെയ്തു. എന്നാൽ പുതിയ ഉയരം രേഖപ്പെടുത്തി ക്ലോസിംഗ് നൽകാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയയിൽ നിന്നും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നത് കാണാൻ കഴിയുന്നതായിരുന്നു. അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് വീണ്ടും അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകളിലേക്ക് 25,565 എന്ന ലെവലിന് താഴോട്ട് പ്രൈസ് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതാണ് അവസാന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശദീകരണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൃത്യമായി ചാർട്ട് അനലൈസേഷൻ മനസ്സിലാക്കുക, അത് പഠിക്കുക, എങ്കിൽ മാത്രമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുക. പ്രൈസ് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് കാലയെ കൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുകയാണ് വേണ്ടത്. ഇതൊരു സ്കില്ലാണ്. അത് പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് അതിനകത്തെ ഒരു മാസ്റ്റർ ആവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പേപ്പർ ട്രേഡിംഗ് ചെയ്യണം. ആദ്യം തുടക്കക്കാർ അത്തരത്തിൽ ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ വളരെ പണ്ടേ ഈ ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോ ഉപയോഗിച്ചാണ് നമ്മുടെ ചാനൽ ആരംഭിച്ചത്. എന്നാൽ ഈ ചാനലിലെ ലെവലുകൾ വളരെ ആക്യുറസി ഉണ്ട് എന്ന് പലരും പറയുമ്പോൾ ഞാൻ ഒരു പേപ്പർ ട്രേഡ് തന്നെയാണ് ചെയ്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ കഴിയുക, ചെറിയ മിനിറ്റുകളിൽ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ആ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോയിൽ ഞാൻ അർത്ഥമാക്കിയത്. അതായത് ഇതൊരു സ്കില്ലാണ്, പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയൂ. റിയൽ മണി ഉപയോഗിക്കാതെ ആദ്യം തുടക്കക്കാർ പേപ്പർ ട്രേഡ് ചെയ്ത് തന്നെ പരിശീലിക്കണം എന്ന ഒരു ചിന്ത കൊണ്ടാണ് അത്തരത്തിലൊരു പേപ്പർ ട്രേഡിംഗ് പോസ്റ്റ് ചെയ്തത്. എന്നാൽ എൻ്റെ റിയൽ അക്കൗണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റു പലരെയും ഈ ലാഭങ്ങൾ പ്രലോഭിപ്പിച്ചേക്കാം എന്ന ചിന്ത കൊണ്ടാണ് ഞാൻ അതിൽ നിന്നും പിന്മാറി പേപ്പർ ട്രേഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അനലൈസേഷൻ കറക്റ്റ് ആണ് എങ്കിൽ നമുക്ക് പേപ്പർ ട്രേഡ് ചെയ്താലും റിയൽ ട്രേഡ് ചെയ്താലും അതേ പ്രോഫിറ്റ് തന്നെ നൽകും എന്നുള്ളത് ഈ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. താല്പര്യമുള്ളവർ പേപ്പർ ട്രേഡ് ചെയ്ത് പരിശീലിക്കുക. ഞാൻ ഈ ചാനൽ ആരംഭിച്ചതിന് ശേഷം ഞാനുമായി കോൺടാക്ട് ചെയ്യുന്ന ഒട്ടനവധി വ്യക്തികൾ അവർ ട്രേഡിങ്ങിലൂടെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് വളരെ വലുതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ പേടിയാവാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അപകടങ്ങളിലോട്ട് ആരും പോവരുത് എന്ന എൻ്റെ ഒരു ചിന്ത കൊണ്ടാണ് അത്തരത്തിലുള്ള ട്രേഡിംഗ് സജഷൻസ് നൽകിയത്. പേപ്പർ ട്രേഡ് ചെയ്യൂ, പരിശീലിക്കൂ എന്ന്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് എൻ്റെ ചാനലിലൂടെ രേഖപ്പെടുത്തുന്നത്. എന്നേക്കാൾ മികച്ച അഭിപ്രായവും അനുഭവവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരു അനവധി പേരുണ്ടാവാം. നിങ്ങളിൽ പലരും എന്നേക്കാളും മികച്ച ട്രേഡേഴ്സും ആയിരിക്കാം.
ഓരോരുത്തരും അവരവർക്ക് ഉചിതമായത് ചെയ്യൂ എന്നല്ലാതെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ ആരോടും ശഠിക്കുന്നില്ല. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അവയെ നിങ്ങൾ താല്പര്യമുള്ളവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് അത് നിരാകരിക്കാം, വിട്ടുകളയാം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മുടെ ട്രേഡിംഗ് എങ്ങനെ നടത്താമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് നിഫ്റ്റി പോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളും നൽകിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 25,550 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 25,522 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 25,632 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,562 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. ഈ ലെവലുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. പലരും ലെവലുകൾ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ കൃത്യമായി സൂം ചെയ്താൽ തീർച്ചയായും ആ ലെവലുകൾ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,494 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസിംഗ് നൽകുന്നു വീണ്ടും എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. 83,125 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 82,986 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 83,501 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 83,501 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 82,859 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. അതിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലാണ്. 59,809 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 59,677 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 60,000 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 60,001 എന്ന മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും.
ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് 5 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്പോൾ ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 59,577 എന്ന മൈനർ സപ്പോർട്ടിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. ഇവിടെയും നിങ്ങൾക്ക് വ്യക്തമായി കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി ഞാൻ ചെയ്യാറുള്ള 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എന്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എന്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സും താല്പര്യപ്പെടുന്നു എങ്കിൽ പഠനാർത്ഥം ഉപയോഗിക്കട്ടെ എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഒരു കാരണവശാലും ഞാൻ ഈ ട്രേഡിംഗ് പ്ലാനോ ലെവലുകളോ ഉപയോഗിക്കാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുകയില്ല. നിങ്ങളുടെ പരിശോധനയിൽ അവ ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ദയവായി ഉപയോഗിക്കുക. നിങ്ങളുടെ പരിശോധനയിൽ ഇവ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കൃത്യമായി ട്രേഡ് തിരിച്ചറിഞ്ഞ് നല്ല പ്രോഫിറ്റബിൾ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്